അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ ഹദീസ് ക്ലാസ് 55ാമത്തെ ബാബ് സുഹൂദിന്റെ ഫള്, അതിന്റെ ശ്രേഷ്ഠത്തെ സംബന്ധിച്ച് വിവരിക്കുന്ന ബാബ് ഇട്ടിട്ട് അതിൽ ആയത്തുകളും ഒരു ഹദീസും ഞങ്ങൾ വിശദീകരിച്ച് ഇന്നിപ്പ 458ാമത്തെ ഹദീസ്. ഈ ഹദീസിൽ വിവരിക്കപ്പോണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ വെച്ചിട്ട് സ്വഹാബാക്കളൊക്കെ ചുറ്റുഭാഗത്തും വെച്ചിട്ട് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല്, നാന് ദുനിയാവിൽ നിന്ന് നിങ്ങളെന്നെ നാന് ഭയപ്പെട്ടത് അത് നിങ്ങൾക്ക് അല്ലാഹു തആല തുറന്നു തണ്ട ഈ ദുനിയാവുടെ സ്വത്തുകളും സമ്പത്തുകളായിട്ടിക്കത് അതിലായിട്ടിക്കത് നാ ഭയപ്പെട്ടെ. അതിന് ഭയപ്പെട്ടത് അതിന് പിറവത്ത് പോയി കൊണ്ട് നിങ്ങളെ ദീന് നഷ്ടപ്പെട്ടു എന്നായിട്ടിക്കത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുക. അപ്പൊ സ്വത്തും സമ്പത്തും മനുഷ്യർക്ക് ആവശ്യമായിട്ടിക്കത്, പക്ഷേ അതിനെ സൂക്ഷ്മതയോടുകൂടെ ചെലവാക്കുക എന്നുള്ളത്. അപ്പൊ ഇത് ഇന്ത്യന് കണ്ടെങ്കിൽ അത് രക്ഷപ്പെട്ട ആൾമാർ വളരെ ചുരുക്കം. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ പിന്നെ കണ്ട്. ഇപ്പൊ ഈ ഹദീസ് മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുന്ന ഹദീസ്. ഇൻഷാ അല്ലാഹ് ഹദീസ് നമുക്ക് നോക്കാം. وعن أبي سعيد الخدري رضي الله عنه قال جلس رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദച്ചിത്ത് അലൽ മിമ്പറിൽ ദച്ചിത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ ദച്ചിത്ത്. വജലസനാ ഹൗലഹു, നബിയുടെ ചുറ്റും തങ്ങൾ ദച്ച. അപ്പൊ ആ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പർ ദച്ചിട്ട് അപ്പൊ എതിർഭാഗത്തിലൊക്കെ അതിനെ നബിയുടെ എന്താക്കിയിട്ട് ഞങ്ങൾ ചുറ്റൂറായിട്ട് ഇങ്ങനെ ദച്ചത്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന്, ഇന്ന മിമ്മ അഖാഫു അലൈക്കും മിൻ ബാദി, നന്റെ പിന്നെ ഞാൻ നിങ്ങളെ മേലെ ഭയപ്പെട്ടത്, നന്റെ കാലത്തിൽ പിന്നെ നിങ്ങളെ മേലെ ഞാൻ ഭയപ്പെട്ടേ മാ ഒന്നായിട്ട് യുഫ്തഹു അലൈക്കും, നിങ്ങളെ മേലെ അള്ളാഹു തുറന്നു തണ്ടവും, നിങ്ങൾക്ക് അള്ളാഹു ഫത്താക്കി തണ്ടവും. ഏതായിട്ട് ആവുന്ന് മിൻ സഹറത്തി ദുനിയാവുണ്ടതായ സഹറത്ത്. പിന്നെ അദ്ദേഹത്തിന് കാണാൻ സ്വഹാബാക്കൾ ഇരിക്കുന്നത് എന്തായിട്ട് നബിയെ സഹറത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഭൂമിയുടേതായ ബറക്കത്തുകൾ. അപ്പൊ ഭൂമിയുടെ ബറക്കത്തുകൾ ചെന്നെങ്കിൽ ഈ സ്വത്തും സമ്പത്തും ബംഗാറും വെള്ളിയുടെ മേലായിട്ടിക്കത് ഇതൊക്കെ ഭൂമിയുടെ അടിയിൽ നിന്നായിട്ടിക്കൽ കിട്ടുന്നത്. ഞങ്ങൾ തിന്നെടുത്താവട്ട് എല്ലാം ഭൂമിയിൽ നിന്നായിട്ടിക്കൽ ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഭൂമിയിൽ നിന്നും കിട്ടുക, അതായത് അതിന്റെ ഉദ്ദേശം സമ്പത്തുകൾ ഏറിപ്പോണ്ടേ ഇതായിട്ടിക്കൽ ഞാൻ ഭയപ്പെട്ടേ. വസീനത്തിഹ, ആ ദുനിയാവുടേതായ ഭംഗി. ദുനിയാവുടെ ഭംഗി ദുനിയാവിൽ അലങ്കാറായി ചന്തായിട്ട് കണ്ടത്. അപ്പൊ നിങ്ങൾ എന്താക്കണമെന്ന് സ്വത്തിനെയും സമ്പത്തിനെയും പിറവത്തിൽ പോണ്ടത്, ദുനിയാവിൽ നിങ്ങൾക്ക് ചന്തായി കണ്ടതിന്റെ പിറവത്തിൽ പോണ്ടത്. ഇതായിട്ടിക്കട് നന്റെ സമുദായത്തെ നണ്ടിൽ പിന്നെ നാണ് ഭയക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തഫഖുൻ അലൈഹി. ഇനി 451ാമത്തെ ഹദീസ്. വഅൻഹു, അത് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ടാക്കുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന്, ഇന്ന ദുനിയ ഹുൽവത്തുൻ ഖദിറത്തുൻ, ദുനിയാവ് എന്നുള്ളത് അത് ഹുൽവയായിട്ടിക്കട് ഖദിറായിട്ടിക്കട്. ഹുൽവ ചെന്നെങ്കിൽ മധുരമുള്ളത്, ഖദിറാൻ ചെന്നെങ്കിൽ പച്ച പിടിച്ചത്. ഈ മധുരം പച്ച ചൊന്നതിന്റെ ഉദ്ദേശം എന്തായിട്ടിക്കട്, ദുനിയാവ് എന്നുള്ളത് മധുരം ചൊന്നെങ്കിൽ ആസ്വദിക്കുക ഭാരി നല്ലേ കൊസി. ഖദിറത്തൊന്നെ പച്ച ചെന്നെ കാണുക ഭാരി ചന്ത. അപ്പൊ ദുനിയാവും ചൊല്ലത് കാണുക ഭാരി ചന്തവും ആസ്വദിക്കുക ഭാരി കൊശിയുമായിട്ടിക്കട്. അതായിട്ടിക്കട് ഇന്ന ദുനിയ ഹുൽവത്തുൻ ഖദിറത്തുൻ എന്ന് ചൊന്നതിനർത്ഥം ദുനിയാവ് കാണുക ഭാരി ചന്തവും ആസ്വദിക്കുകയും ഭാരി കൊശിയായിട്ടിക്കട്. വഇന്നല്ലാഹ തആല മുസ്തഖ്ലിഫകും ഫീഹ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല മുസ്തഖ്ലിഫുകും ഫീഹ, നിങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ ഭൂമിയിൽ പ്രതിനിധിയാക്കുക. നിങ്ങൾ അല്ലാഹു തആല ആ ഭൂമിയിൽ ഖലീഫയാക്കുക. എന്തിലേക്ക് ഭൂമിയിൽ അള്ളാഹു നിങ്ങൾ ആക്കിയിട്ട് ഫയൻദുറ, അള്ളാഹു നോക്കുകയായിട്ട് കൈഫ തഅമലൂൻ, നിങ്ങൾ അങ്ങനെ അമല് ചെയ്തത്. അപ്പൊ ദുനിയാവിൽ അള്ളാഹു തആല നിങ്ങൾ ആക്കിവിട്ടറ് ഈ ദുനിയാവിൽ കുറെ ആസ്വദിക്കുക കൊസി അവിടെ എനിക്കെത്തുന്നുണ്ട്, കാണുക ചന്ത അവിടെ എനിക്കെത്തുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ദുനിയാവിടെ സൃഷ്ടിച്ച് അള്ളാഹു നിങ്ങൾ ഇതിലാക്കിവിട്ടറ്. എന്നിട്ട് അള്ളാഹു തആല ചൊന്നത് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യുക തീറാം. എന്നിട്ട് അള്ളാഹു തആല നോക്കണേ നാ ചൊന്നത് പോലെ ആർക്ക് കേൾക്കണത്. അതാ ഫയൻദുറു കൈഫ തഅമലൂൻ, ഫയൻദുറു കൈഫ തഅമലൂൻ, നിങ്ങൾ എന്തിനാ അമല് ചെയ്തത്. ഫത്തഖു ദുനിയ, അതുകൊണ്ട് ദുനിയാവിടെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. വത്തഖു നിസാ, പെണ്ണുങ്ങളെയും നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാരണം ഈ രണ്ടും ഉണ്ടായിട്ടിക്കത് മനുഷ്യരുടെ ദീനിന്റെ ഏറ്റവും വലിയ ആപത്ത് പറ്റും. ഒന്ന് ദുനിയാവും ഒന്ന് പെണ്ണ് എന്നുള്ളത്. ഇത് രണ്ടും മനുഷ്യരുടെ
ദീനുക ഏറ്റവും നഷ്ടം പെറുത്തര ഒന്നായിട്ടിരിക്കുന്നത്. അപ്പം അതിൽ പിറവത്തിൽ പോവണ്ട എന്നായിട്ട് റവാഹു മുസ്ലിം. 460 ഹദീസ്. وعن أنس رضي الله عنه أن النبي صلى الله عليه وسلم قال اللهم لا عيش إلا عيش الآخرة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നൊരു ഫലക്കായിട്ടിരിക്കുന്നത്, പടച്ചവനെ ദുനിയാവുടെ ജീവിതം എന്നുള്ളത് ആഖിറത്ത് ജീവിതമായിട്ടിരിക്കുന്നത്. അല്ലാഹുമ്മ പടച്ചവനെ ലാ ഐഷ ജീവിതമില്ല ഇല്ല ഐഷുൽ ആഖിറ, ആഖിറത്ത് ജീവിതമല്ല. പക്ഷേ ദുനിയാവുടെ ജീവിതം എന്നുള്ളത് അത് താത്കാലികമായിട്ടിരിക്കുന്നത്. എന്നേക്കുമുള്ള ശാശ്വതമായുള്ള ജീവിതം ആഖിറായിട്ടിരിക്കുന്നത്. അവിടെ നഷ്ടപ്പെടുകയില്ല, അവിടെ വയസ്സാവുകയില്ല, അവിടെ രോഗപരകില്ല, അവിടെ ഇബാദത്ത് ചെയ്യണ്ട, അവിടെ ഒന്നും വേണ്ട. അവിടെ ആസ്വദിച്ച് ജീവിക്കുക എന്നതായിട്ടിരിക്കുന്നത് ആഖിറത്തെ ജീവിതം. അപ്പോൾ ദുനിയാവ് എന്നുള്ളത് ശാശ്വതമല്ല, അവിടുത്തെ ജീവിതം അതൊരു ജീവിതവുമല്ല, ആഖിറായിട്ടിരിക്കുന്നത് ശരിയായ ജീവിതം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഹദീസ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളൊക്കെ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.